ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷവും എന്നാൽ കുറച്ച് സങ്കടമുള്ള ഒരു ദിവസം കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രധാന ഹീറോ കാട്ടാങ്കുഴി അബ്ദുൽ ജബ്ബാർ മകൻ ആഷിം അബ്ദുൽ ജബ്ബാർ അവൻ മൗറീഷ്യസിന് ജോലി ആവശ്യത്തിനായിട്ട് പോവാം. സോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് നേരെ അവൻ്റെ വീട്ടിലോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡിന് നമുക്കൊരു കുറവുണ്ടാവില്ല കേട്ടോ. ഉമ്മച്ചി നമുക്ക് ആവശ്യമായ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പത്തിരിയും ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുക. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാ. അങ്ങനെ ഫുഡും കഴിച്ച് കൊണ്ടവളുടെ പെട്ടിയെടുത്ത് പുറത്ത് വെച്ച് ഇനി ഉസ്താദിനുള്ള വെയിറ്റിംഗ് കേട്ടോ. അങ്ങനെ ഉസ്താദ് വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ദുആ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ കൊണ്ടവളുടെ പെട്ടി വണ്ടി കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ റാപ്പ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പം തന്നെ ഓടിപ്പോയി റാപ്പ് എടുത്ത് റാപ്പ് ചെയ്യാൻ തുടങ്ങി. റാപ്പ് ചെയ്യാൻ ഞാൻ വേടനല്ലല്ലോ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി യാത്രയും പറഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് ഇറങ്ങി. പോണ വഴിക്കും നമുക്ക് 2-3 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നേരെ കോതമംഗലത്തിന് പോയി. കോതമംഗലത്ത് ഓക്സിജനിൽ പോയി അഭിനയം കണ്ട് യാത്ര പറഞ്ഞ് നേരെ ബൈപ്പാസിലോട്ട്. ഇവിടെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പമ്പിൽ കയറ്റി എണ്ണ അടിച്ച് നേരെ എയർപോർട്ട് സൈഡിലോട്ട് എപ്പോൾ പോയാലും കഫേമല കയറി ഒരു ചായ കുടിക്കണം നമ്മൾ പോകാറില്ല. കാരണം നമ്മുടെ അനൂസ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് 50% ഓഫർ ഉണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കറക്റ്റ് ടൈമിലാട്ടോ നമ്മൾ എയർപോർട്ടിലെത്തിയ. ഒരു 5 മിനിറ്റ് താമസിച്ചായിരുന്നെങ്കിൽ പണി പാളിയനെ. അങ്ങനെ ചെക്കനെ നമ്മൾ ഹാപ്പി ആയിട്ട് യാത്രയായി. എത്ര മനക്കെട്ടിയുള്ള ആളാണെന്ന് പറഞ്ഞാലും ഈ പ്രോസസ്സും കഴിഞ്ഞ് ആ വാതിലും കിടന്ന് പ്രിയപ്പെട്ടവരെ വിട്ടു പോകുമ്പോൾ ആ ചങ്കൊന്ന് ഇടറും. അങ്ങനെ അവനും പോയി. അവൻ പോകുമ്പോൾ കരയണമെന്നും പറഞ്ഞ് വന്നവനായിട്ട് ഇവൻ. സമയം കിട്ടാത്തതുകൊണ്ട് ഇവനാണെങ്കിൽ കരയാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബാക്കി നാളെ.